ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ മനോജ് മന്മള. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുന്നു. പുനലൂർ നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 34 പേർ.
LDF-ന് തലവേദനയായി ഡിവൈഎഫ്ഐ നേതാവ്. ഇടമുളക്കൽ പഞ്ചായത്തിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ നേതൃത്വത്തിൽ LDF-നെതിരെ റിബൽ സംഘടന. CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഇടമണ്ണിൽ RSP സീറ്റിൽ UDF സ്ഥാനാർത്ഥിയാകുന്നു. പെറവന്തൂരിൽ UDF യൂത്ത് കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അവഗണിക്കുന്നതായി ആക്ഷേപം. വാർത്തകൾ വിശദമായി. പുനലൂർ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തിങ്കളാഴ്ച മാത്രം 34 പത്രികകളാണ് സമർപ്പിച്ചത്. പുനലൂർ നഗരസഭയിൽ പത്രിക സമർപ്പണത്തിന് തുടക്കമായി. തിങ്കളാഴ്ച 34 പത്രികകളാണ് വരണാധികാരിയായ ടിംബർ സെയിൽസ് DF മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. പ്രമുഖ പാർട്ടി സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികളുമെല്ലാം പത്രിക സമർപ്പിച്ചവരിൽപ്പെടും. CPM ഓഫീസിന് മുന്നിൽ നിന്നും പ്രകടനമായാണ് CPM സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ D. ദിനേശൻ പ്ലാച്ചേരി വാർഡിലും മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് SM ഖലീൽ തുമ്പോട് വാർഡിലും കല്ലാർഡ് വാർഡിൽ ഓമനക്കുട്ടനും വിളക്കുവട്ടത്ത് സുഭാഷ് ജിനാഥും കാഞ്ഞിരമലയിൽ വിനയനും മുസാവരിയിൽ നാസറും പത്രിക നൽകി. നേതാജിയിൽ സുശീല രാധാകൃഷ്ണനും ഗ്രേസിംഗ് ബ്ലോക്കിൽ സുനിതയും താമരപ്പള്ളിയിൽ ബിന്ദുവും കാരക്കാട്ട് പ്രസന്നയും കക്കോട് വാർഡിൽ സിന്ധു പ്രമോദും മണിയാർ വാർഡിൽ ബിന്ദുവും പരവട്ടത്ത് സുജിയും ടൗൺ വാർഡിൽ R. രാമൻകുട്ടിയും CPM സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ചു. 10 ഏക്കർ വാർഡിൽ കേരള കോൺഗ്രസ് B-യിലെ ലളിതാമ്മയും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. UDF-ൽ നിന്ന് തുമ്പോട് വാർഡിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ജു ബുക്കാരി, കേളങ്കാവ് വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനകമ്മ എന്നിവരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനത്തിനായി പത്തനാപുരത്ത് റോഡ് കയ്യേറുന്നു. പ്രതിഷേധവുമായി വ്യാപാരികൾ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. പത്തനാപുരത്ത് രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കായി റോഡ് കയ്യേറുന്നത് പതിവാകുന്നു. ഇതിനെല്ലാം വേദിയാകുന്നതാകട്ടെ ജനത്തിരക്കുള്ള മാർക്കറ്റ് ജംഗ്ഷനും. പലപ്പോഴും റോഡ് കയ്യേറിയാണ് സമ്മേളനത്തിനായി വേദി ഉണ്ടാക്കുന്നത്. ഇതോടെ കൊട്ടാരക്കര പത്തനാപുരം പാതയും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും KSRTC ഡിപ്പോയിലേക്കുള്ള റോഡും ഗതാഗതക്കുരുക്കിലാകും. ഉച്ചഭാഷണിയിലൂടെയുള്ള കാതടപ്പിക്കുന്ന ശബ്ദമാണ് പട്ടണത്തിലെ വ്യാപാരികളെ ഒന്നടങ്കം പ്രകോപിപ്പിച്ചിരിക്കുന്നത്. നിശ്ചിത അളവിൽ കൂടുതൽ ശബ്ദം ഉച്ചഭാഷണിയിലൂടെ പുറപ്പെടുവിക്കരുതെന്ന് നിയമമുണ്ടെങ്കിലും ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ദിനംപ്രതി സമ്മേളനങ്ങൾ ഇവിടെ അരങ്ങേറുന്നത്. സമ്മേളനങ്ങൾക്ക് വേദിയാക്കാൻ കല്ലിങ്കടവ് ജംഗ്ഷനിൽ സ്ഥലസൗകര്യം ഉണ്ടെന്നിരിക്കെ എല്ലാവർക്കും പ്രിയം ജനത്തിരക്കുള്ള മാർക്കറ്റ് ജംഗ്ഷൻ തന്നെയാണ്. ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നതും ഉച്ചത്തിൽ ശബ്ദം മൈക്കിലൂടെ പുറപ്പെടുവിക്കുന്നതും ഇത്തരക്കാർക്ക് ഒരു ഹരമായി മാറിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ അധിക്ഷേപിച്ചതിന്റെ പേരിൽ SNDP യൂണിയൻ പത്തനാപുരത്ത് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ മൈക്കിലൂടെ ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചതിനാലാണ് SNDP പ്രവർത്തകരും CPM പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത്. പൊതുജനത്തിന്റെ കാതടപ്പിക്കുന്ന തരത്തിൽ ഉച്ചഭാഷണി പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകുന്ന പോലീസിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പത്തനാപുരത്തെ ഒരു കൂട്ടം വ്യാപാരികൾ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രധാന ചർച്ചാ വിഷയമാകുമ്പോഴും ആരവങ്ങളിൽ നിന്നും അകന്ന അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് തോട്ടം മേഖല. സമരത്തിന്റെ പാതയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു ചർച്ചകളും തൊഴിലാളികളുടെ ശ്രദ്ധ തിരിച്ചിട്ടില്ല. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ 1500ഓളം തൊഴിലാളികളാണ് നിരവധി നാളുകളായി സമരരംഗത്തുള്ളത്. തങ്ങളുടെ അവകാശങ്ങൾക്കു വേണ്ടിയാണ് കഴിഞ്ഞ 13 ദിവസത്തിലധികമായി ഇവർ സമരം ചെയ്യുന്നത്. സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ തൊഴിലാളികൾക്കിടയിൽ സജീവമാണെങ്കിലും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ തന്നെ സമരത്തിന്റെ പാതയിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് തൊഴിലാളികൾ അറിയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ പാവപ്പെട്ടവർ വന്ന് കഷ്ടപ്പെടുന്നവർക്ക് ശമ്പളം കൂട്ടാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടത് എന്താ ചെയ്യേണ്ടത് സർക്കാർ ചെയ്തേ പറ്റത്തുള്ളൂ. അതുവരെ ഞങ്ങൾ ഈ സമരം ഇങ്ങനെയല്ല, ഇതിനപ്പുറത്ത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തിരിക്കും. കാരണം ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന ഈ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് കിടക്കുന്നവർക്കല്ല. ആ ബുദ്ധിമുട്ടുകൾ മാനേജ്മെന്റ് സർക്കാർ പറഞ്ഞ് ചെയ്തേ പറ്റൂ. അതുവരെ ഞങ്ങളെ കൊണ്ട് കഴിവത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. സമരത്തിന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ
ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും. തൊഴിലാളികൾ മൊത്തത്തിൽ തങ്ങൾ വോട്ട് നൽകിയവരുടെ തീരുമാനത്തിനു വേണ്ടിയല്ലേ തങ്ങളുടെ സമരമെന്നും ഇവർ ചോദിക്കുന്നു. വർഷങ്ങളായി ദുരിതം പേറി ജീവിച്ചിരുന്ന തങ്ങളെ സഹായിക്കാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന നേതാക്കളുടെ എല്ലാം ലക്ഷ്യം വോട്ടുകൾ തന്നെയാണെന്ന് തൊഴിലാളികൾക്കറിയാം. ആദ്യം അകന്നു നിന്ന നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ സമരമുഖത്ത് സജീവമായിരിക്കുകയാണ്. സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിച്ച് തൊഴിലാളികളെ തെരഞ്ഞെടുപ്പിന് സജ്ജരാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നേതാക്കന്മാർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPM നേതാവ് ജനകീയ മുന്നണി രൂപീകരിച്ച മത്സര രംഗത്ത്. CPM അറക്കൽ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI നേതാവുമായ M സജാദാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ മത്സര രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ തടിക്കാട് 3-ാം വാർഡിലാണ് CPM സ്ഥാനാർത്ഥിക്കെതിരെ CPM അറക്കൽ ലോക്കൽ കമ്മിറ്റി അംഗവും DYFI ഏരിയ സെക്രട്ടറിയും ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ M സജാദ് ജനകീയ മുന്നണി സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരിക്കുന്നത്. CPM രക്തസാക്ഷി MA അഷറഫിന്റെ ഭാര്യ സഹോദരനും അഷറഫ് കൊലക്കേസിലെ 1-ാം സാക്ഷിയുമായിരുന്നു. DYFI നേതാവ് കൂടിയായ M സജാദ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലയളവിൽ പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധിച്ചതിനടക്കം സജാദിനെതിരെ പോലീസ് ചുമത്തിയ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഗുണ്ടാ നിയമപ്രകാരം ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരുന്നു. ജയിൽ മോചിതനായി തിരികെ എത്തിയ നാൾ മുതൽ പ്രദേശത്തെ പാർട്ടി നേതൃത്വം തന്നോട് കടുത്ത അവഗണനയാണ് കാട്ടുന്നതെന്ന് സജാദ് പറഞ്ഞു. തന്നോടൊപ്പം നിൽക്കുന്നവരെ അടക്കം ദ്രോഹിക്കുന്ന പ്രവൃത്തികളാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കുന്നതെന്നും സജാദ് ലൈവ് വാർത്തയോട് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഏതാണ്ട് 2 മാസക്കാലം കേരളത്തിലെ വിയൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ആളാണ്. ആ കാലങ്ങളിലാണ് എൻ്റെ ഭാര്യ ആദ്യമായി പ്രസവിക്കുന്നത്. ആ കുഞ്ഞിനെ പോലും കയ്യിലെടുക്കാൻ ഭാഗ്യം കിട്ടാതെ പോയൊരു പാർട്ടി പ്രവർത്തനമാണ്. എന്നാൽ ആ ജയിൽ മോചനം നടന്നതിന് ശേഷം സജ്ജാദ് എന്ന് പറയുന്നയാളിന് ഈ നാട്ടിൽ നിന്ന് വലിയ അംഗീകാരമെല്ലാം കിട്ടിയിരിക്കുന്നു. അങ്ങനെ പോയാൽ ഇവിടെ മറ്റു ചിലരുടെ എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അയാളെ എങ്ങനെയും ഒതുക്കണം എന്ന് പറയുന്ന ചില പ്രാദേശിക നേതാക്കന്മാരുടെ ചില പ്രവർത്തികൾ ആ നിലയിൽ മുന്നോട്ട് പോവുകയും ആ നിലയിൽ നമ്മളെ അവഹേളിക്കുന്ന സമീപനമാണ് പലപ്പോഴും അവർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. കമ്മിറ്റികളിൽ ഒറ്റപ്പെടുത്തുക, മറ്റു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തി നിർത്തി അവിടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നിലയിലാണ്. പാർട്ടിയുടെ ഈ നിലപാടിൽ പ്രതിഷേധിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരും ജനാധിപത്യ വിശ്വാസികളും ചേർന്ന് ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്ന് സജാദ് പറഞ്ഞു. ആ നിലയിൽ നമ്മോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കുറേയധികം പാർട്ടി പ്രവർത്തകരുടെ അങ്ങനെ അവഹേളിച്ച് ഒറ്റപ്പെട്ടു പോകേണ്ട ആളല്ല നിങ്ങളെന്നുള്ള അഭിപ്രായം അവരാരായുകയും ആ പാർട്ടി പ്രവർത്തകരുടെ അഭിപ്രായത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇടമുളക്കൽ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് ജനകീയ മുന്നണിയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗുഡ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ. കോൺടാക്ട് 9846504688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL ട്രേഡേഴ്സ് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL ട്രേഡേഴ്സ്, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ.
മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle. City Aluminium Traders, Chemandur, Punalur. Phone 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ് പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ് പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545. ഓദർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്ററിൽ നിൽക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ. പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. റോഡ് പണി ഇഴഞ്ഞു നീങ്ങുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. പത്തനാപുരം നെടുമ്പറമ്പ് തെക്കേക്കര തെങ്ങുവിള റോഡിന്റെ നിർമ്മാണമാണ് തകർച്ചയിലായിരിക്കുന്നത്. പത്തനാപുരം നെടുമ്പറമ്പ് തെക്കേക്കര തെങ്ങുവിള റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വൈകുന്നത്. പ്രധാനമന്ത്രി സഡക് യോജന പദ്ധതി പ്രകാരം തുക അനുവദിച്ച് മെറ്റലിംഗ് ഉൾപ്പെടെ തുടങ്ങിവെച്ചെങ്കിലും മെറ്റലിംഗും വശങ്ങളിൽ നിർമ്മിച്ച ഭിത്തികളും ഇളകിയ നിലയിലാണ്. ആവശ്യമായ സാധന സാമഗ്രികൾ ഉപയോഗിക്കാതെ റോഡ് വശങ്ങളിലെ ഭിത്തികൾ നിർമ്മിച്ചതിനാലാണ് മാസങ്ങൾ പിന്നിടും മുമ്പേ ഭിത്തി തകർന്നതെന്ന് ആക്ഷേപമുണ്ട്. മതിലിടിഞ്ഞെന്ന് വെച്ചാൽ വേണ്ട രീതി കൈകാര്യം ചെയ്യുന്നില്ല. നമ്മളിപ്പോ ഒരു സ്വന്തമായിട്ട് നമ്മളൊരാളെന്ന് വ്യക്തിയായിട്ട് നമ്മൾ നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ വേണോ വേണ്ടെന്ന് പറഞ്ഞാണ് അവർ ചെയ്യുന്നത്. അതായത് ചുമ്മാ പാറ അടുക്കി വെച്ചിരിക്കുകയാണ്. പോയിന്റ് ചെയ്തിട്ടില്ല, മേളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല, മിറ്റിലായിട്ട് സിമെന്റായിട്ട് ഉപയോഗമില്ല. ചുമ്മാ പാറ അടുക്കി വെച്ചിരിക്കുകയാണ്. ലോഡും പുറത്തൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് പോകുമ്പോൾ ഇരുത്തുമ്പോൾ ഇടിക്കും. അതാണ് മെയിൻ വിഷയം. അപ്പോൾ ആ സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്. റോഡിൽ മെറ്റൽ ഇളകി കിടക്കുന്നതും നിർമ്മാണത്തിനായി മെറ്റൽ കൂട്ടിയിട്ടിരിക്കുന്നതും വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പത്തനാപുരം നെടുമ്പറമ്പ് മുതൽ തെങ്ങുവിള വരെ 3 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് ദേശീയ നിലവാരത്തിൽ നിർമ്മിക്കാനാണ് കരാർ നൽകിയിട്ടുള്ളത്. വർഷങ്ങളായി റോഡിന്റെ തകർച്ചയെ തുടർന്ന് പൊതുജനങ്ങളുടെ നിരന്തര ആവശ്യപ്രകാരം റോഡിന് അനുവദിച്ച തുക പൂർണ്ണമായി വിനിയോഗിച്ച് എത്രയും വേഗം പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറി ഇടമണിൽ UDF സ്ഥാനാർത്ഥിയാകുന്നു. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമൺ തേക്കൻകൂപ്പ് വാർഡിലാണ് CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി വിബ്ജിയോ UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന A. ജോസഫാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. UDF സീറ്റ് വിഭജനത്തോടെ തേക്കൻകുപ്പ് വാർഡ് RSPക്ക് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് UDF ഘടകകക്ഷിയായ RSP സ്ഥാനാർത്ഥിയായി CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി വിബ്ജിയോറിനെ മത്സരിപ്പിക്കാൻ UDF തീരുമാനിച്ചത്. വിബ്ജിയോർ ഇതിനോടകം തന്നെ പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. മേൽഘടകങ്ങളുടെ തീരുമാനം കീഴ്ഘടകങ്ങളെ അടിച്ചേൽപ്പിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് താൻ പാർട്ടി വിട്ട് RSPയിൽ ചേർന്നതെന്നും നിലവിലെ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് CPMലെന്നും വിബ്ജിയോർ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തെ മേൽഘടകത്തിനുള്ള തീരുമാനം അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു ഘട്ടത്തിൽ ഇടവൺ 34 പാർട്ടി മെമ്പർമാരുടെ ഒരു താല്പര്യം മാനിക്കാതെയും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയും ഉള്ള ഒരു സ്ഥാനാർത്ഥി നിർണയത്തിനോടുള്ള ഒരു എതിർപ്പും മതേതര മുന്നണികളുമായിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് RSPയുടെ പ്രവർത്തനങ്ങൾ
മെച്ചപ്പെട്ടതാണെന്നുള്ള ഒരു വിലയിരുത്തലോടുകൂടി പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് RSP ചേരാനും RSPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടവൺ തേക്കിൻകുപ്പ് 10ാം വാർഡിൽ നിന്ന് മത്സരിക്കാനും തീരുമാനിച്ചിരിക്കുകയും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ എ ജോസഫാണ് ഈ വാർഡിലെ CPM സ്ഥാനാർത്ഥി. താൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ നടപ്പിലാക്കിയ സമഗ്ര വികസനം ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നും ഇത് തങ്ങൾക്ക് അനുകൂല വോട്ടായി മാറുമെന്നുമാണ് എ ജോസഫിന്റെ പ്രതികരണം. സമഗ്ര വികസനം ഈ പഞ്ചായത്തിന്റെ പ്രദേശത്തും അതുപോലെ നമ്മുടെ ഈ വാർഡിലും കൊണ്ടുവരാൻ കഴിഞ്ഞ ഞാൻ പ്രതിനിധിയായിരുന്ന 5 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അത് ബോധ്യമുള്ളതുമാണ്. പ്രതിഫല ഇച്ഛയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്റെ മുഖ്യമായ ലക്ഷ്യം. അത് മുൻനിർത്തിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. സ്ഥാനം മോഹിച്ച് പാർട്ടി ഉപേക്ഷിച്ചവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും ജോസഫ് മറന്നില്ല. എനിക്കെതിരെ 2 സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു ഇതുവരെ നാളിതുവരെ പ്രവർത്തിക്കുകയും സീറ്റ് കിട്ടാത്തതുകൊണ്ട് അത് UDFന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരരംഗത്ത് വരികയും ചെയ്തിട്ടുള്ളവരാണ്. മറ്റൊരാൾ കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിക്കുകയും കേരള കോൺഗ്രസിൽ നിന്ന് അത് കഴിഞ്ഞ് കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ സ്വതന്ത്രൻ എന്നുള്ള നിലയിലും മത്സരരംഗത്ത് നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതായത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ജനങ്ങളെയും വഞ്ചിക്കപ്പെടുന്ന ഇത്തരം സ്ഥാനാർത്ഥികളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ലൈവ് വാർത്ത പുനലൂർ. അഞ്ചൽ ഗവൺമെന്റ് വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവൃത്തി പരിചയ ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് K. ബാബു പണിക്കർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അഞ്ചൽ ഗവൺമെന്റ് വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 10 ശനിയാഴ്ച രാവിലെ 10:30 മുതൽ പ്രവൃത്തി പരിചയ ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ PTA പ്രസിഡന്റ് K. ബാബു പണിക്കർ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ A. നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ B. സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ശില്പശാലയിൽ പ്രവൃത്തി പരിചയ ക്ലബ്ബിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുട്ടികളും അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം KO Abraham Building, പത്തനാപുരം. ഫോൺ 9947 697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475 2221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം,
മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. Classy sanitary wears. From the house of luxury sanitary wears, Style Bath, Kottarakara, Ayur, Punlur. ഇനി തിരഞ്ഞെടുപ്പ് വാർത്തകൾ. പുനലൂർ നഗരസഭയിൽ ഇരു മുന്നണികളും ബിജെപിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതുമുഖങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകിയാണ് രാഷ്ട്രീയ പാർട്ടികൾ പുനലൂരിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കിയത്. UDFിൽ കോൺഗ്രസ് 30 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മും RSPയും 2 സീറ്റുകളിൽ വീതവും മുസ്ലിം ലീഗ് 1 സീറ്റിലുമാണ് മത്സരിക്കുന്നത്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ എബ്രഹാം ജോർജ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കാഞ്ഞിരമലയിലും കോൺഗ്രസിന്റെ സീനിയർ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ ശാസ്താംകോണം വാർഡിലും ജനവിധി തേടുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് സഞ്ജു ബുഖാരി തുമ്പോട് വാർഡിലും മുൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് N സുന്ദരേശൻ കലയനാട്ടും യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സാബു അലക്സ് നെടുങ്കയത്തും G ജയപ്രകാശ് പവർ ഹൌസ് വാർഡിലും സനൽകുമാർ പ്ലാച്ചേരിയിലും റഹീം ചാലക്കോട്ടും മത്സരിക്കും. കോൺഗ്രസ് നേതാവ് S രജിരാജ് കോമളംകുന്ന് വാർഡിലാണ് അംഗത്തിനിറങ്ങുന്നത്. കേരള കോൺഗ്രസ് നേതാവ് എബ്രഹാം മാത്യു കല്ലാർ വാർഡിലും സുവർണ മോഹൻ ആരംപുനയിലും D വർഗീസ് വിളക്കുവട്ടത്തും വിളയിൽ സഫീർ മുസാവരിയിലും സിന്ധു ഉദയൻ ഭരണിക്കാവിലും അമിത പേപ്പർമിൽ വാർഡിലും യമുന സുന്ദരേശൻ താമരപ്പള്ളി വാർഡിലും മത്സരിക്കും. ഷേർലി പ്രദീപ് ലാലാണ് മൈലക്കൽ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗിന് നൽകിയ കാരക്കാട് വാർഡിൽ നാദിറ ജലീലാണ് മത്സരിക്കുന്നത്. ഐക്കരക്കോണത്ത് നിർമ്മലും കേളങ്കാവിൽ കനകമ്മയും പരവട്ടത്ത് സിന്ധുവും ടൗണിൽ സുരേന്ദ്രനാഥ തിലകനും മത്സരിക്കും. ജയചന്ദ്രൻ തൊളിക്കോടും മണിയാർ വാർഡിൽ സുദർശനയും ചെമ്മന്തൂരിൽ സാറാമ തോമസും പത്തേക്കറിൽ ലൈല വർഗീസും ജനവിധി തേടും. സരസ്വതി രാജശേഖരൻ കലങ്കമുകൾ വാർഡിലും മത്സരരംഗത്തുണ്ട്. അഡ്വക്കേറ്റ് P ജെറോം നെല്ലിപ്പള്ളി വാർഡിൽ മത്സരിക്കുന്നു. LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു. മുൻ മുനിസിപ്പൽ ചെയർമാനും CPM നേതാവുമായ MA രാജഗോപാൽ കോമളംകുന്ന് വാർഡിലാണ് ജനവിധി തേടുന്നത്. തുമ്പോട് വാർഡിൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് SM ഖലീൽ CPM സ്ഥാനാർത്ഥിയാണ്. R ഗുരുദാസ് ശാസ്താംകോണം വാർഡിലും കാഞ്ഞിരമലയിൽ DYFI നേതാവ് വിനയനും ചാലക്കോട് അൻവറും വിളക്കുവട്ടത്ത് സുഭാഷ് ശ്രീനാഥും മത്സരിക്കുന്നു. ടൗൺ വാർഡിൽ CPMലെ R രാമൻകുട്ടിയും ഐക്കരക്കോണത്ത് സുബി രാജും പട്ടികജാതി വനിതാ സംഭരണമായ കോളേജ് വാർഡിൽ ഇന്ദുലേഖയും താമരപ്പള്ളിയിൽ ബിന്ദുവും പ്ലാച്ചേരിയിൽ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന D ദിനേശനും പരവട്ടത്ത് സുജിയും മണിയാർ വാർഡിൽ ബിന്ദുവും മുസാവരിയിൽ A നാസറും ജനവിധി തേടുന്നു. നേതാജിയിൽ സുശീല രാധാകൃഷ്ണനും കല്ലാർ വാർഡിൽ V ഓമനക്കുട്ടനും സ്ഥാനാർത്ഥികളാണ്. കലങ്ങുമുകളിൽ സിന്ധു ഗോപകുമാറും ഗ്രേസിംഗ് ബ്ലോക്കിൽ സുനിതയും കക്കോട് വാർഡിൽ സിന്ധു പ്രമോദും കാരക്കാട് പ്രസന്നയും കലയനാട് അഡ്വക്കേറ്റ് KA ലത്തീഫുമാണ് മത്സരരംഗത്തുള്ളത്. മുൻ നഗരസഭാ ചെയർമാൻ K രാമചന്ദ്രൻപിള്ളയാണ് കേളങ്കാവ് വാർഡിൽ CPI സ്ഥാനാർത്ഥി. K രാജശേഖരൻ തൊളിക്കോട്, മധുകുമാർ പവർ ഹൌസ്, K പ്രഭ അഷ്ടമംഗലം, ഗ്രേസി ജോൺ നെല്ലിപ്പള്ളി, അഡ്വക്കേറ്റ് F കാസ്കസ് ജൂനിയർ നെടുങ്കയം, സബീന സുധീർ ഹൈസ്കൂൾ, രാജലക്ഷ്മി മൈലക്കൽ, സുജാത ആരംപുന്ന, റാണി മോഹൻരാജ് ഭരണിക്കാവ് എന്നിവർ CPI സ്ഥാനാർത്ഥികളാണ്. BJPയും മത്സരരംഗത്ത് സജീവമായിട്ടുണ്ട്. ചില വാർഡുകളിൽ SNDP പിന്തുണയോടെയാണ് BJP മത്സരിക്കുന്നത്. ഇന്ദിരാദേവി ആരംപുന്ന, ബിനു ശാസ്താംകോണം, മനോജ് നെല്ലിപ്പള്ളി, ഗിരീഷ് വിളക്കുവട്ടം, ശോഭന തുളസീധരൻ നേതാജി, രാജി ബിനു കല്ലർ, പുഷ്പകുമാരി ഹൈസ്കൂൾ, ബിനു സുദേവൻ തുമ്പോട്, PN രതി വാളക്കോട്, ജിജി വിജയൻ താമരപ്പള്ളി, പ്രഭാകരൻ പ്ലാച്ചേരി, വസന്ത സുന്ദരേശൻ മൈലക്കൽ, ജാൻസി ഗോകുൽ കക്കോട്, അജി കേളങ്കാവ്, അജി ടൗൺ, ജയൻ പവർ ഹൌസ്, മാളു അഷ്ടമംഗലം, സുരേഷ് ബാബു ഐക്കരക്കോണം, ഗുണശേഖരൻ കോമളംകുന്ന് എന്നിവർ BJP സ്ഥാനാർത്ഥികളായും ജനവിധി തേടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്രികാ സമർപ്പണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പത്തനാപുരത്ത് CPI-CPM തർക്കം മുറുകുന്നു. കേരള കോൺഗ്രസ് ബിയുടെ മുന്നണി പ്രവേശനത്തോടെയാണ് LDFിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. അഭിപ്രായ ഭിന്നത കാരണം സ്വന്തം നിലയിൽ മത്സരിക്കാനുള്ള കരുക്കൾ നോക്കുകയാണ് CPI.
ജില്ലാ ഡിവിഷനുകളിലെയും ബ്ലോക്ക് ഡിവിഷനുകളിലെയും സീറ്റ് നിർണയത്തിലാണ് തർക്കങ്ങൾ. ജില്ലാ പഞ്ചായത്തിന്റെ പത്തനാപുരം ഡിവിഷൻ കേരള കോൺഗ്രസ് ബിയുടെ സിറ്റിംഗ് സീറ്റാണ്. എന്നാൽ ഇത്തവണ അവർക്ക് പത്തനാപുരം ബ്ലോക്ക് ഡിവിഷനാണ് ആവശ്യം. എന്നാൽ ബ്ലോക്ക് ഡിവിഷനിൽ പ്രതീക്ഷയർപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ CPI പ്രവർത്തനം ആരംഭിച്ചിരുന്നു. മറുവശത്ത് CPMന്റെ സിറ്റിംഗ് സീറ്റായ തലവൂർ ജില്ലാ ഡിവിഷൻ ഇരു കൂട്ടർക്കും വേണ്ട. നിലവിൽ വനിതാ സംഭരണമായതിനാലാണിത്. ബ്ലോക്കിൽ കമുകഞ്ചേരി ഡിവിഷൻ നൽകി പിള്ളയുടെ പാർട്ടിയെ തൃപ്തിപ്പെടുത്താനും ബ്ലോക്ക് നേതാക്കൾക്ക് കഴിയുന്നില്ല. തർക്കങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ CPI സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുവാൻ ആരംഭിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ട ഡിവിഷനുകളിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ കണ്ടെത്തുവാനുള്ള ശ്രമമാണ് CPI നേതൃത്വത്തിനുള്ളത്. ഇതോടെ CPM ആകും വെട്ടിലാവുക. ജില്ലാ നേതാക്കളും മണ്ഡല നേതാക്കളും കണ്ണുനട്ട് കാത്തിരിക്കുന്ന മേഖലകൾ കൈവിട്ടു പോകുന്നത് നോക്കിയിരിക്കാനാവില്ലെന്നാണ് CPIയുടെ നിലപാട്. പഞ്ചായത്ത് തലത്തിൽ 5 സീറ്റാണ് കേരള കോൺഗ്രസ് ബിയുടെ ആവശ്യം. കേരള കോൺഗ്രസ് ബിയുടെ മുന്നണി പ്രവേശനമാണ് മുൻകാലങ്ങളിൽ സുഗമമായി നടന്ന പത്തനാപുരം സീറ്റ് വിഭജനം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. CPI ഒറ്റയ്ക്ക് മത്സരിക്കുവാൻ തീരുമാനിച്ചാൽ ഇടതുപക്ഷത്തിന് അത് കടുത്ത പ്രതിസന്ധിയാകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തിൽ യൂത്ത് കോൺഗ്രസിനെ അവഗണിക്കുന്നതായി ആക്ഷേപം. ഒരു സീറ്റ് പോലും നൽകാതെ കോൺഗ്രസ് നേതൃത്വം തങ്ങളെ അവഗണിക്കുകയാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ഒരു ബ്ലോക്ക് ഡിവിഷനും 3 വാർഡും മാത്രം ആവശ്യപ്പെട്ടിട്ടും ഒരു സീറ്റ് പോലും നൽകാതെ യുവാക്കളെ മാറ്റി നിർത്തുകയാണെന്ന് ആരോപണമുയരുന്നു. നിലവിൽ പഞ്ചായത്തിൽ കോൺഗ്രസിൽ മാത്രം 16 സീറ്റുകൾ ഉണ്ടായിട്ടും യുവാക്കൾക്ക് ഒരു സീറ്റ് പോലും നൽകാത്തതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സന്തോഷ് മുള്ളുമല ആരോപിച്ചു. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ 16 സീറ്റ് കോൺഗ്രസിന് മാത്രമായുണ്ട്. എന്നാൽ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് വെറും 4 സീറ്റ് മാത്രമാണ്. ഈ 3 വാർഡിലും ചോദിച്ച സ്ഥാനാർത്ഥികളെ മുതിർന്ന കോൺഗ്രസുകാർ നിർത്തുവാൻ അവർ തയ്യാറല്ല. KPCCയുടെ ഉത്തരവ് അടിസ്ഥാനത്തിലാണെങ്കിൽ യുവാക്കൾക്ക് 35% യുവാക്കളെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു സീറ്റ് പോലും തരാതെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യൂത്ത് കോൺഗ്രസിനെ അവഗണിക്കുന്നത് വെറും ഒരു പറയാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ പോയാൽ ശക്തമായിട്ട് തന്നെ യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങും. എല്ലാ സീറ്റുകളിലും ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുന്നു. പുനലൂർ നഗരസഭയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 34 പേർ. LDFന് തലവേദനയായി DYFI നേതാവ്. ഇടമുളക്കൽ പഞ്ചായത്തിൽ DYFI നേതാവിന്റെ നേതൃത്വത്തിൽ LDFനെതിരെ റിബൽ സംഘടന. CPMന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഇടമണ്ണിൽ RSP സീറ്റിൽ UDF സ്ഥാനാർത്ഥിയാകുന്നു. പിറവന്തൂരിൽ UDF യൂത്ത് കോൺഗ്രസിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് അവഗണിക്കുന്നതായി ആക്ഷേപം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.